നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഞാൻ അറിയാതെ സൂര്യ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. കഴിഞ്ഞതൊന്നും മനസ്സ് വെച്ച് പെരുമാറാനും അതനുസരിച്ച് ജീവിക്കാനും അല്ല ഞാൻ സൂര്യയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാ. അതിനിയെങ്കിലും ആന്റി ഒന്ന് മനസ്സിലാക്കണം. എന്റെ അമ്മയെ പറഞ്ഞതിന്റെ പേരിൽ ആന്റിയെ ഞാനൊന്ന് തല്ലിപ്പോയി. അതിന് ഞാൻ ആന്റിയോട് ക്ഷമയും ചോദിച്ചു. പക്ഷെ ആന്റിയോ എന്നെ കൊല്ലാൻ വരെ ആളെ ഏർപ്പാടാക്കിയില്ലേ. വിട്ടേക്കാന്റി, അതൊക്കെ ഒരു സ്വപ്നം പോലെ ഞാനങ്ങ് മറന്നോളാം. ഇപ്പൊ ആന്റിയുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണാ ഞാൻ ഒരിക്കലും ആന്റിയെ ശത്രുവായി കാണില്ല. അങ്ങനെ ചെയ്താൽ സൂര്യയോട് ഞാൻ ചെയ്യുന്ന ചതിയായിരിക്കും അത്. എപ്പോഴും ഈ കാര്യങ്ങൾ ആന്റിയോട് പറയാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആന്റി. ഒരു നേഴ്സിന് കിട്ടുന്ന ആദ്യത്തെ ഉപദേശം എന്താണെന്ന് ആന്റിക്ക് അറിയോ? ക്ഷമ, സ്നേഹം, സഹനശക്തി. എങ്കിലേ ഒരു രോഗിയെ പരിചരിക്കാൻ ഒരു നേഴ്സിനാവും. എന്നാ ഈ 3 കാര്യവും എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് എന്റെ അച്ഛനാ. മുകളിലേക്കും താഴേക്കും എടുക്കുന്ന ശ്വാസത്തിന്റെ ഇടയിലുള്ളത് ആന്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അവിടെ എന്തിനാ ഇത്തരം വാശിയും വൈരാഗ്യവും ഒക്കെ? മതി, ഇതൊക്കെ എത്രയോ തവണ താൻ തന്നെ പറഞ്ഞത്. എന്നിട്ടും മനസ്സിലാക്കാത്തവരോട് എന്തിനാ വെറുതെ? ചിലതൊക്കെ വീണ്ടും പറഞ്ഞു പോകുന്നതാ സൂര്യ.